ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ. ഗൈസ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പിന്നെ 2026 നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് ഗൈസ്. ചോക്ക് ഇവിടെ കിടന്ന് ഭയങ്കര ബഹളം, അവർക്ക് ഉച്ചക്കത്തെ ഫുഡ് കൊടുത്തിട്ടില്ല, അപ്പോൾ കൊടുക്കണം ഗൈസ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ആടാക്കുന്നതായിരിക്കും. 2026 ഫസ്റ്റ് വീഡിയോ ആണ് ഗൈസ് ഇത്. അതെ, അപ്പൊ എല്ലാം ഇന്നത്തെ ഒരു ദിവസം കാണിക്കും. ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം, പിന്നെ ഉച്ചയൂടെ ഇന്നെല്ലാം കുക്കിങ്ങും കാര്യങ്ങളെല്ലാം ഞാനാണ് ഗൈസ് വീട്ടിലെ. അമ്മ ഇന്ന് ഇവിടെ ഇല്ല. അതെ, ഇന്നത്തെ എല്ലാ കറികളെല്ലാം ഞാനാണ് ഗൈസ് വെക്കുന്നത്. അതെ. പിന്നെ നമ്മുടെ ചേട്ടൻ കുറച്ച് ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അതിന്റെ ലിങ്ക് വെക്കാൻ അറിയത്തില്ല, എന്നാലും നമ്മൾ നോക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് നേരെ ആദ്യം നമുക്ക് ചോക്കൊക്കെ ഫുഡ് കൊടുക്കാം. ചോക്കോ ഇങ്ങോട്ട് വേണ്ടി, ഇങ്ങോട്ട് ചോക്കോ ഡോറിന്റെ അവിടെ നിൽക്കുകയാണെങ്കിൽ അവളെ ഇറക്കാൻ വേണ്ടിട്ടുള്ള അതാണ്. പിന്നെ 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 ഇറക്കാം, പിന്നെ ഇറക്കാം. അപ്പൊ നമുക്ക് ഫുഡ് കൊടുക്കാവുന്ന നേരത്തെ അവളെ ഇറക്കാം. അപ്പൊ അവക്കുള്ള ഫുഡ് നമുക്ക് ആദ്യം പ്രിപ്പയർ ചെയ്യാം. അപ്പൊ നമ്മള് ചോക്കോക്കുള്ള മറ്റേ ചിക്കന്റെ പാർട്സ് ഉണ്ട് ഗൈസ്, അതാണ് നമ്മൾ സെറ്റ് ആക്കാൻ പോകുന്നത്. കൊടുക്കുന്ന ചോക്കോക്ക്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ചോക്കോക്കുള്ള ഫുഡാണിത്. അത് ചേർക്കുന്ന ഇത് മൊത്തവും ഫ്രിഡ്ജിലിരുന്ന് ഫ്രീസ് ആയിപ്പോയി. ഇതെന്ന് പറഞ്ഞാൽ മറ്റേ ചിക്കന്റെ ലങ്സ് കാര്യങ്ങളൊക്കെ, ഇത് മറ്റേ കരള് മാങ്ങാണ്ടി അങ്ങനെ എന്തൊക്കെയോ കൊറേ കാര്യങ്ങളാണ് സംഭവം. അപ്പം ഇതാണ് അവക്ക് നമ്മള് ചോറിന്റെ കൂടെ അല്ലെങ്കിൽ രാവിലെ കൊടുക്കുന്ന റോയൽ ക്യാനിന്റെ കൂടെ ഒക്കെ അതാ കൊടുക്കുന്നത്. അപ്പം രാവിലെ നമ്മൾ റോയൽ ക്യാനും പിന്നെ ഇതാണ് കൊടുത്തത്. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് കൊടുക്കുന്നത് നമ്മുടെ ചോറും ഇതും, പിന്നെ അവക്കൊരു കാൽഷ്യത്തിന്റെ ഒരു സിറപ്പുണ്ട്, അതുകൊണ്ട് അതുകൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് വൃത്തിയാക്കുന്ന ചോട്ടുമാണ് ഗൈസ്. ഭയങ്കര ഫ്രീസ് ആയി. അപ്പൊ അത് കുറച്ചു നേരം നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കാം. ഇല്ല അത് ഇപ്പഴേ ഇനി എന്തായാലും അത് നടക്കത്തില്ല. അതേ ടൈം അപ്പൊ ഗൈസ് നമ്മള് ഞാനത് കട്ട് ചെയ്യണം ഗൈസ്. ഫ്രീസ് ആയിരിക്കുന്ന സാധനം അത് അതുപോലെ തന്നെ കട്ട് ചെയ്യണം ഗൈസ്. ഇനി ഫ്രീസ് എന്തോ തണു വെള്ളം എന്തോ നോർമൽ ആവാൻ നിൽക്കുന്നില്ല ഗൈസ്. അതുപോലെ നമുക്ക് ടൈം നമ്മൾ കുറച്ച് നേരത്തെ എടുത്ത് വെക്കണ്ടായിരുന്നു വെളിയില്. അപ്പം ടൈം ഒത്തിരി ആവും, നമുക്ക് കൊടുക്കാൻ ടൈം ആയിട്ട് നമ്മളൊരു 2 മണിയൊക്കെ ആവുമ്പം 1 മണി 2 മണി ആ ഒരു ടൈമിൽ അവർക്ക് കൊടുക്കുന്ന ഫുഡ്. അവള് ബഹളവും തുടങ്ങി അവിടെ. നമ്മള് നേരെ കട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാവട്ടും ഞാനാണ് കട്ട് ചെയ്യുന്നത്, ഇന്ന് ചോട്ടോ കട്ട് ചെയ്യുന്നത്. അത് വാങ്ങിക്കൊണ്ട് വരുന്നതിൻ്റെ ഒന്ന് ഇവൻ ക്ലീൻ ആക്കും, ബാക്കിയുള്ള ദിവസം ഞാൻ കട്ട് ചെയ്യും. പിന്നെ വല്ലപ്പോഴും രാവിലെ ചോട്ട് കട്ട് ചെയ്യും. അപ്പൊ ഇപ്പൊ ഞാന് ചോട്ടു, പിന്നെ അച്ഛൻ, പിന്നെ നമ്മുടെ വേറൊരു കൊച്ചൊരു സാധനം കൂടെ ഇവിടെ ഉണ്ട്. അവനെ നമ്മൾ പിന്നെ കാണിക്കാം. അപ്പം ചേച്ചിയുടെ മോനാണ്, അവനും ഉണ്ട് അപ്പൊ ഇവിടെ. അപ്പൊ അവനെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഇത് ശരിയാക്കിയിട്ട് നമുക്കിനി കുക്കിംഗ് ചെറിയ പരിപാടി, എൻ്റെ ചെറിയ കുക്കിംഗ് ഉണ്ട്. കുറച്ച് സാമ്പാർ തോരൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കണം. ഇന്ന് നമ്മൾ ഉച്ചക്കത്തേക്കൊന്നും വെച്ചില്ല, അപ്പം നമ്മൾ വെക്കാൻ ഞാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ രാവിലെ നമ്മൾ ചപ്പാത്തിയും കറിയും കഴിച്ച്, അപ്പൊ ഇപ്പൊ ഇന്ന് നമ്മൾ ചപ്പാത്തിയും കറികളൊക്കെയാണ് കഴിക്കുന്നത്. ഇവിടെ ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ചോട്ടിന് ഭയങ്കര ഫേവറേറ്റ് ആണ് ചപ്പാത്തി. അപ്പം ഇന്നും രാവിലെ ചപ്പാത്തിയാണ് ചോട്ട് കഴിക്കുന്നത്. അപ്പൊ ഇന്നും ചപ്പാത്തിയും കറിയായിരുന്നു. ഉച്ചത്തേക്കുള്ള ഫുഡ് ഞാനാണ് ഉണ്ടാക്കുന്നത്, അമ്മ ഇന്ന് ഇവിടെ ഇല്ല. നമ്മുടെ ചോട്ട് ഭയങ്കര സാഹസികമായി ഇവിടുന്ന് ബലം പിടിക്കുകയാണ്. ഇതാണ് ഗൈസ്, മൊത്തം സീനായിരിക്കും. പാർട്സ് ഒക്കെ ആകെ സീനായി, മൊത്തത്തിൽ ഒരു ഫ്രീസ് ആയിരിക്കും. ഓക്കെ ഓക്കെ, ഒരു പംകിൻ കൂടെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ കറിക്കകത്ത് ഇതാണ്. കറിയില്ല, ഞാൻ കുറച്ച് എടുത്തോളൂ. ഇതിവിടെ കുറച്ച് വെജിറ്റബിൾസ് ഉള്ള സമയത്ത് നമ്മൾ അതും കൂടെ ചേർത്തിട്ടാ അവൾക്ക് കൊടുക്കുന്നത്. വെജിറ്റബിൾസ് ഒക്കെ കൊടുക്കാം. പെറ്റ്സിന് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യുന്നത് നല്ലതാണ്.
അപ്പൊ ഗൈസ് നമ്മുടെ വീട്ടില് ഒരു കൊച്ചു പയ്യനോടെ വന്നിട്ടുണ്ട്. അരങ്ങാതെ നിൽക്കുകയാണ് സൈഡിൽ വന്നിട്ട്. ഇതാണ് നമ്മുടെ വീട്ടിലെ പുതിയ അതിഥി ആദിത്യൻ. നാണം കൊണ്ട് ചിരിക്കുകയാണ് ആള്. ഗൈസ് ഇതാണ് അപ്പൊ അവക്കുള്ള നമ്മുടെ സെറ്റ് ആക്കുന്നത് ഫുഡാണ് ഗൈസ്. 3 നേരത്തുള്ള എല്ലാം കൂടെ സെറ്റ് ചെയ്യുന്നത്. രാവിലെ നമ്മൾ കുറച്ച് കൊടുത്ത് ഗൈസ്. അപ്പൊ നമ്മള് അടുത്ത സാമ്പാറിനുള്ളത് സെറ്റ് ചെയ്യാൻ പോകുന്ന ഉച്ചയ്ക്ക് തൂണ് ഞാനാണ് റെഡി ആക്കുന്നത്. അപ്പൊ സാമ്പാറിനുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിതെല്ലാം അപ്പൊ നമ്മുടെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലേ ഒരു ഫ്ലേവറിന് ഇട്ട. അപ്പൊ നമുക്ക് കട്ട് ചെയ്യാം വെജിറ്റബിൾസ്. അപ്പൊ ആദ്യമേ നമ്മള് വഴുതനേന്ന് തുടങ്ങാം. എന്തുണ്ടാക്കുന്നത് ദിസ് ഈസ് സാമ്പാർ. ഇപ്പൊ എനിക്ക് വന്നിട്ട് സാമ്പാർ ഉണ്ടാക്കാൻ അറിയാം. നമ്മുടെ ഉച്ചക്കലത്തെ കറി തോരനും ഉണ്ട്, സാമ്പാർ മാത്രല്ല. കട്ട് ചെയ്യാനൊക്കെ എനിക്കറിയാം. കട്ട് ചെയ്യുന്ന കാണിക്കാം. ഞാൻ പഠിച്ച് കട്ട് ചെയ്യുന്ന ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ ഒരു കേടുണ്ട്. ഞാൻ വെച്ച് ഇവര് സാമ്പാർ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചൂട്ടുമൊക്കെ അഭിപ്രായം പറയുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഏതാ റെഡി ആയത്? ചിക്കൻ്റെ പാർട്സ് റെഡി ആയിട്ടുണ്ട് ഗീസ്. അപ്പോൾ നമ്മൾ ഇനി അത് മാറ്റിയിട്ട് നേരെ ചോക്കക്കുള്ള ഫുഡ് റെഡി ആക്കുന്നതാണ് ഗീസ്. ഓക്കെ, ചോക്കക്കുള്ള ഫുഡ് റെഡി ആക്കാം. ഓക്കെ, സാധനം സെറ്റ് ആയി നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട് ഗീസ്. ഇവനാണ് ഗൈസ് മെയിൻ. ഇവനിവിടെ വരും ഗൈസ്. നമ്മുടെ ചേച്ചിയുടെ മോനാണ്. ഓക്കെ, രാവിലെ ഇങ്ങ് വരും ഗീസ്. ഇവിടെ മേളി മല്ലിച്ചൻ്റെ വീടുണ്ട്, അവിടെയും പോവും ഇവിടെയും വരും. അങ്ങനെയാണ് ഗീസ്. ഓക്കെ, അത് നേരെ അപ്പം അത് നേരെ ചോക്കൊക്കെ കൊടുക്കാൻ പോകണം ഗീസ്. പൊന്നിന് ഇവിടെ ക്യാരറ്റ് ഇട്ട് ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഗീസ് സാമ്പാറിന്. ഓക്കെ ഓക്കെ, സെറ്റാക്കാം. അപ്പൊ നമ്മള് ചോക്കോയുടെ പ്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മള് ചോറ് കൊടുക്കാൻ പോകും. ചിക്കൻ്റെ ആ ഒരു സ്റ്റോക്കും കാര്യങ്ങളും ഇട്ട് കൊടുക്കാൻ പിന്നെയാണെങ്കിൽ ഗൈസ് എന്തുവാ ഇനി സിറപ്പ് ഉണ്ടായിരുന്നു, അത് തീർന്നു ഗൈസ്. ഒരു മൾട്ടി വിറ്റാമിൻ സിറപ്പ് ഉണ്ടായിരുന്നു, അത് തീർന്നു. അപ്പൊ നമ്മൾ നേരെ കാൽഷ്യത്തിന്റെ നമ്മൾ കൊടുക്കുന്നത് കുറച്ച് ചോറും പൊന്നിന്റെ കൈ കൊള്ളി. ഓക്കെ ഓക്കെ. പിന്നെ അപ്പം നമ്മള് നേരെ നല്ല കുത്തരി ചോറ്. നീ അതിന് ചോട്ടിന്റെ കൈ ഞാനും അതിനകത്തൊന്നും തൊട്ട് ഇതിനകത്ത് ചട്ടീനകത്തിട്ട് അടുത്തവ പൊള്ളിക്കാൻ വേണ്ടി ചൂട് അവന്റെ ചൂടെടുത്തില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ചോക്കക്കുള്ള സാധനം സെറ്റ് ആക്കിയിട്ടുണ്ട്. അതാണ് ഗൈസ്. ഇനി അതിനകത്ത് കുറച്ച് നമ്മുടെ എന്തെടുത്താ നമ്മുടെ ഒരു സ്കൈക്കാളിൻ്റെ ഒരു ഇതുണ്ട് ഗൈസ്. എന്തെങ്കിലും കാൽസ്യം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നതിൽ പിന്നെ നമ്മൾ 2 നേരം കൊടുക്കും ഗൈസ്. നമ്മൾ രാവിലെ കൊടുക്കാൻ മറന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കാണ് ഗൈസ് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് പൊളിക്കിട്ടാണ് കൊടുക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതാണ് ഗൈസ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 5 ml ഗൈസ് ഒഴിക്കുന്നത്. ഓക്കെ, അത് ജസ്റ്റ് മിസ്സാക്കാം. പൊന്നെ ഇവിടെ പരിപാടിയാണ് ഗൈസ്. പെട്ടെന്ന് സാമ്പാർ വെച്ചാൽ പെട്ടെന്ന് ഉച്ചയ്ക്ക് ഊണണം. ഞാൻ സെറ്റ് ആകാനൊക്കെ വെച്ചു. അപ്പോൾ ഗൈസ് നമ്മൾ ചോക്കക്കുള്ള ഫുഡ് സെറ്റ് ഒക്കെ ഉണ്ട്. ഫുഡ് വന്നപ്പോഴേ അവൾ കിടന്ന് ഭയങ്കര സീനെ അടാ തുറന്നാരെ.
നമുക്ക് കുറച്ച് ചോക്കോടെ നമുക്ക് ചോക്ക നല്ല ട്രെയിനാണ് എന്ന് വെച്ചാൽ നല്ല മനസ്സിലാവും ഗൈസ് പട്ടിക്ക്. ഒന്ന് മാറിയടാ. ഇനി വാ സിറ്റ് ഗൈസ്. കണ്ടോ ഗൈസ് നമ്മുടെ പട്ടിയുടെ ആ ഒരു നമ്മുടെ ചോക്കയുടെ ഒരു അനുസരണ കണ്ടോ ഗൈസ്. ഓക്കെ സിറ്റ് നമ്മൾ പറയുമ്പോഴാണ് ഗൈസ് അവൻ കഴിക്കത്തുള്ളൂ. സിറ്റ് ഓക്കെ സിറ്റ് ചോക്കോ സിറ്റ് കണ്ടോ ഗൈസ്. നല്ല അനുസരണമുള്ള കുട്ടിയാണ് ഗൈസ്. ചോക്കോ സിറ്റ് ഗൈസ്. കിടന്ന് ഉറക്കുമായിരുന്നു ഗൈസ്. കണ്ണിലൊക്കെ ഇതിരിക്കുന്നു ഗൈസ്. സിറ്റ് ചോക്കോ ബാ. കണ്ടോ ഗൈസ് കണ്ടോ അവൾ വെൽ ട്രെയിനാണ് ഗൈസ്. വേണമെങ്കിൽ ഒന്നുകൂടെ കാണിച്ചു തരാം ഗൈസ്. ചോക്കോ സിറ്റ് കണ്ടോ ഗൈസ്. ചോക്കോ സിറ്റ് കണ്ടോ. ഞാൻ പക്ക ട്രെയിനറാണ് ഗൈസ്. ആർക്കെങ്കിലും ട്രെയിൻ ചെയ്യണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി ഗൈസ്. ചോക്കോ ബാ കണ്ടോ നമ്മൾ പറയുമ്പോഴേക്കും ആയിരിക്കും ഗൈസ്. കുറച്ച് വെജിറ്റബിൾസും കുറച്ച് ചിക്കൻ്റെ പാർട്സും പിന്നെ കുറച്ച് റൈസും എല്ലാം ഇട്ടാണ് ഗൈസ് നമ്മൾ ചോക്കോയ്ക്ക് ഫുഡ് കൊടുക്കുന്നത്. ഓക്കെ അപ്പോൾ അവള് ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ നമുക്ക് നേരെ പൊന്നിൻ്റെ അടുത്തോട്ട് പോകാം. ഓക്കെ ഗൈസ് ഇവിടെ എന്തോ ആയെന്നോ ഇവിടെ ഇതുവരെ മലക്കറി അരിഞ്ഞ് തീർന്നില്ല ഗൈസ്. എനിക്ക് കുറച്ച് ടൈം എടുത്താലേ എനിക്ക് മലക്കറി കഴിഞ്ഞ് തീരാൻ പറ്റത്തുള്ളൂ. ഈ നല്ല സമയം എപ്പോഴാണ് മലക്കറി കഴിഞ്ഞ് എപ്പോഴാണ് ചോറ് കഴിക്കുന്നത്? എനിക്ക് ടൈം വേണം. പക്ഷെ ഞാൻ എല്ലാം കറക്റ്റ് പെർഫെക്റ്റിന് തന്നെ. ഇത് എന്തോ അരിഞ്ഞ് വെച്ചേക്കുന്നത്? ഇത് സാമ്പാർ അരിഞ്ഞില്ല, അരിയാനുണ്ട്. ചെത്ത് വൃത്തിയാക്കി വെച്ചേക്കാണ്. ഇതിനകത്ത് എന്തെങ്കിലൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതെന്തിനാ അരിഞ്ഞ് വെച്ചേക്കുന്നത്? ഇത് തോരത്തിന്. ഇതിന്റെ അപ്പുറത്ത് കിടക്കുന്നത് അത് അതിനകത്തോട്ട് അരിയാനുള്ളതാ. അത് ബീട്രൂട്ട് തോരൻ. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഓക്കെ അപ്പൊ അരിഞ്ഞ് സെറ്റ് ആക്കിയിട്ട് നമുക്ക് വേവിക്കുന്നതാണ്. കറികൾ എങ്ങനത്തെ ഞാൻ ഏതൊക്കെയോ മെത്തേഡിലാണ് വെക്കുന്നത്. എനിക്കറിയത്തില്ല ഏത് മെത്തേഡിലാണ് ഞാൻ വെക്കുന്നത്. ഫുൾ മെത്തേഡാണ് ഗൈസ്. ഏതാണ്ടൊക്കെ മെത്തേഡിൽ ഞാൻ വെക്കും. എനിക്ക് ഒന്നുകൂടെ യൂട്യൂബ് നോക്കണം. എന്നിട്ട് എനിക്ക് വെക്കാൻ പറ്റും. അപ്പൊ നമ്മള് നേരെ ഇനി യൂട്യൂബ് നോക്കാം ഗൈസ്. അടുത്ത അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കിയിട്ട് വരാം. നമുക്ക് അടുത്ത ഇനി അടപ്പി കയറ്റുന്നതാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ സാമ്പാർ അടപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ചേട്ടനാണെങ്കിൽ പോയി ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നു. പക്ഷേ ചിക്കൻ പൊന്നു കഴിക്കത്തില്ല, ഞങ്ങളെ കഴിക്കത്തുള്ളൂ. അപ്പം ചിക്കൻ വറക്കാനുള്ള പ്ലാനാണ് ഗൈസ്. പൊന്നു വറക്കണോ അമ്മ വറക്കണോ എന്നുള്ള പ്ലാനിങ്ങിലാണ് ഇരിക്കുന്നത്. ഫൗളായി കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് ചിക്കൻ ഞങ്ങൾ ഇപ്പോഴേ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പം നമുക്ക് അതെ നമ്മളിപ്പോൾ നേരെ സാമ്പാർ മാത്രമാണ് ഗൈസ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഓക്കെ സാമ്പാറും പിന്നെന്തു തോരനും അടപ്പ് വെച്ചില്ല ഗൈസ്. സാമ്പാറും തോരനുമാണ് ഗൈസ് നമ്മൾ സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ഓക്കെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. സാമ്പാർ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന പൊന്നിന്റെ ഒരു സന്തോഷം കണ്ടില്ലേ ഗൈസ്. ഞാൻ യൂട്യൂബ് നോക്കി പെട്ടെന്ന് പഠിച്ചാണ് ഗൈസ്. ഇനി ഇതൊന്ന് വെന്ത് വരണം. വെന്തിട്ട് നമുക്ക് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്ന പൊന്നിന് സന്തോഷം കണ്ടോ ഗൈസ്. ഒരടപ്പില് മുളകുപൊടി മഞ്ഞപ്പൊടിയൊക്കെ ഉണ്ട്. ഓക്കെ എല്ലാം സെറ്റ് ആക്കിയിട്ട് ഇത് വേവിച്ചിട്ട് നമുക്ക് ഫുഡ് അടിക്കാം. ഇനി നമ്മൾ തോരനിലേക്ക് പോകാനുള്ള പ്രിപ്പറേഷൻ ആണ് ഗൈസ്. അത് ഞാൻ കൊച്ചുള്ളി ഇവിടെ മുറിച്ചുകൊണ്ടിരിക്കും കടുക് വറക്കാൻ വേണ്ടിയിട്ട്. അതും നമ്മുടെ സ്വന്തം യൂട്യൂബ് നോക്കിയിട്ടാണ്. എല്ലാം യൂട്യൂബാണ് ഗൈസ്. അമ്മ ഇവിടെ ഇല്ല, അപ്പൊ അതുകൊണ്ട് ചെറിയൊരു സീനുണ്ട് ഗൈസ്. അപ്പം ഞാൻ വെക്കുന്നത് ശരിയാവും എനിക്ക് അറിയത്തില്ല. ഇവരാണ് കഴിക്കുന്നത്. ആദ്യം ഇവർക്ക് കൊടുത്തിട്ട് ഞാൻ കഴിക്കത്തുള്ളൂ. ഓക്കെ അപ്പം എന്തായിരുന്നു സാമ്പാർ തോരൻ സെറ്റ് ആക്കിയിട്ട് വരാം. ഓക്കെ അയ്യോ മൊത്തത്തിൽ പുകച്ചു വിടുക. അപ്പൊ ഗൈസ് നമ്മുടെ
തോരൻ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബീട്രൂട്ട് തോരൻ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം രണ്ടും ഇവിടെ സെറ്റായി. അപ്പം നമ്മളിനി നേരെ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. ഇല്ലേ? നമ്മുടെ തോരനും കൂടി നിന്ന് ഇറങ്ങിയാൽ മതി. അപ്പൊ നമ്മൾ കണ്ട് സാമ്പാറും തോരനും വെച്ചേക്കാണ്. ദാണ്ടി സാമ്പാർ കാണിച്ചിട്ട് എങ്ങനെയൊക്കെയോ ഇതൊരു സാമ്പാറായി വന്നിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. പിന്നെ തോരൻ ഇതെന്തായാലും കറക്റ്റ് ആയിരിക്കും. ഞാൻ 2-3 വട്ടം ഉണ്ടാക്കി എനിക്കറിയാവുന്നതാണ്. സാമ്പാറിന്റെ അരി എന്താവും ഒന്നും പറയാൻ പറ്റില്ല. ഇതെന്തായാലും കഴിക്കാം. എനിക്ക് വിശന്നിട്ട് നിക്കാൻ വയ്യ. ഇനിയിപ്പൊ ചിക്കൻ്റെ കാര്യം പിന്നെ വല്ലതും നോക്കാം. എനിക്ക് വയ്യ. ഇത് നല്ല വിശപ്പുണ്ട്. സാമ്പാറും തോരനും കഴിക്കാം. ഓക്കെ ഗൈസ്, അപ്പം നാളെ നമ്മുടെ ഫുഡ് ഇവിടെ റെഡിയായി. ഉച്ചക്കത്തെ ഊണുണ്ണാം. ഉണ്ണുന്നത് 4 മണിക്ക്. 4 മണിയൊന്നും ആയില്ല, 3 മണിയല്ല. അപ്പൊ ഗൈസ് നമ്മൾ കഴിച്ചിട്ട് വരാം. കുറച്ച് കാര്യങ്ങളോടുണ്ട് ഗൈസ്. നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് കഴുകണം. പിന്നെ എന്നാലും ആദ്യത്തെ ന്യൂ ഇയർ 2026 ആദ്യത്തെ ദിവസം ഞാൻ ഉച്ചക്ക് ഊണുണ്ടാക്കി. ഒരു എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്തോ ഭാഗ്യത്തിന് അമ്മയുടെ ഇല്ലാതെ പോയി. അപ്പോൾ ഞാൻ ഉണ്ടാക്കേണ്ടി വന്നു. അതൊരു ഭാഗ്യമാണ്. ഒന്നാമത് തന്നെ ഈ ഫുഡ് ഉണ്ടാക്കാൻ കഴിച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ചോട്ടും നമ്മുടെ ആദിത്യനും കൂടെ വണ്ടി കഴുകാണ്. ഇന്നലെ രാത്രി വണ്ടി നല്ല ഓട്ടോ ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഫുള്ള് വീടിൻ്റെ അടി ഫുള്ള് നല്ല മണ്ണും ഇതൊക്കെ ആയതുകൊണ്ട് നമുക്ക് വണ്ടി ഒന്ന് കഴുകേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ കൊച്ചു ചെറുക്കനും കൂടെ കൂടിയിട്ടുണ്ട് വണ്ടി കഴുകാൻ. വണ്ടി സൂപ്പറാണ്, അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല സെറ്റ് ആയിട്ടിരിക്കുന്നു. പുതിയ വർഷം എല്ലാം ഒന്ന് നന്നായിട്ട് സെറ്റാക്കി മുന്നോട്ട് പോകാന്ന് കരുതി. ഇതുപോലെ ഇന്നും സെറ്റായാൽ മതിയായിരുന്നു. നന്നായിട്ടൊന്ന് പതപ്പിച്ച് കുളിപ്പിച്ച് നമ്മുടെ വണ്ടിയിൽ എടുക്കാണ്. ആദ്യത്തെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ കഴിച്ചത്? അല്ല സോറി, ഞാൻ ഉണ്ടാക്കിയത് കണ്ട അവന് ഇഷ്ടപ്പെട്ട്. ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ഫുഡ് ഉണ്ടാക്കിയത്? സൂപ്പറായിരുന്നു ഗൈസ്, അടിപൊളിയായിരുന്നു. സാമ്പാറൊക്കെ സെറ്റ്. ഞാൻ യൂട്യൂബൊക്കെ ഉണ്ടാക്കിയതാണ് കൊണ്ടും ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടും പറയാം, അടിപൊളിയായിരുന്നു, സെറ്റായിരുന്നു. ഇവിടെ എല്ലാവരും കഴിച്ചു വീട്ടില്. പിന്നെ ചിക്കൻ്റെ കാര്യം അത് നമ്മൾ ഉണ്ടാക്കിയില്ല, അതിനുള്ള ടൈം ഇല്ലായിരുന്നു. പിന്നെ എനിക്കത് ഈ കഴിക്കാനുള്ള നല്ല വിശപ്പടിച്ചിരുന്ന് ഗൈസ്. പിന്നെ കുറേ പേര് നമ്മുടെ മീനുകളെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാം എന്താണ്ട് എല്ലാവരെയും നമ്മൾ ഗപ്പീസ് 2 പേരുണ്ട്, 3 പേരുണ്ടായിരുന്നു. ഒരാൾ ചത്തുപോയി, ചൂടൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു. ബാക്കി ഗോൾഡ് ഫിഷിന് ഇവരെല്ലാം നമ്മൾ പുറത്താക്കി. മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓക്സിജൻ ഇതായിപ്പോയി, അപ്പോഴത്തേക്ക് നമ്മൾ പുറത്താക്കിയിട്ടുണ്ട് എല്ലാവരും. ഇവിടെ ഹാപ്പിയാണ്. ഗൈസ്, പിന്നെ എല്ലാവരും ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ടിരിക്കുക. നമ്മളിവിടെ ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചു ഇന്നലെ, കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മൾ പാർട്ടിക്കും പരിപാടിക്കൊന്നും നമ്മൾ ഇന്നലെ പോയില്ല, കാരണം എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഇന്നലെ പോയില്ലായിരുന്നു. നമ്മളുള്ള വീട്ടിലുള്ള ന്യൂ ഇയർ ആഘോഷമായിരുന്നു ഇന്നത്തെ. അപ്പോൾ ചോട്ടു എന്തെങ്കിലും പറ. ഭയങ്കരമായ വണ്ടി കഴിവിലാണ്, നമ്മുടെ പറയാനുണ്ട്. എല്ലാം നല്ലതായിട്ട് സെറ്റായിട്ട് വരാൻ വേണ്ടിയാണ് ഗീസ്. 2026 നല്ലതാവണം. 25 നല്ലതെന്നല്ല, 25 നല്ലത്. 25 ഞങ്ങളുടെ ഇത് വെച്ചിട്ട് 25 അടിപൊളിയായിരുന്നു അല്ലേ? ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റി. ഞങ്ങളുടെ കുറേ സ്വപ്നങ്ങൾ, ഞങ്ങളുടെ മാരേജ്, വണ്ടി, ഫോൺ, പിന്നെ ഒരു പപ്പി, എല്ലാം അടിപൊളിയാണ്. ഞങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു.
പിന്നെ എന്താ പറയാ, എന്തായാലും 2025 സൂപ്പറായിരുന്നു. അതുപോലെ തന്നെ 26 അടിപൊളി ആവണേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മൾ എന്താ പറയാ, വേറെ നമ്മുടെ ഇനിയൊരു 3 മാസം കൂടെ കഴിഞ്ഞാൽ നമ്മൾ കല്യാണം കഴിച്ചിട്ട് 1 വർഷം ആവാൻ പോവാണ് ഗൈസ്. അടുത്ത ഏപ്രിലിൽ നമ്മുടെ 1ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ത്രില്ലുണ്ട്. അത് നമുക്ക് നന്നായിട്ട് ആഘോഷിക്കണം. അതെന്തായാലും നമ്മൾ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഡിസംബറിൽ നമ്മുടെ ലവ് ആനിവേഴ്സറി ആയിരുന്നു. 4 വർഷം നമ്മൾ കംപ്ലീറ്റ് ആയി സ്നേഹിച്ചിട്ട്. നമ്മൾ അതിൻ്റെയൊക്കെ ഒരു പോസ്റ്റൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം സന്തോഷം ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടി കഴുകി ഇവിടെ തീരാറായിട്ടുണ്ട്. ഫൈനൽ വണ്ടി സെറ്റായി. അപ്പം നിങ്ങളായിട്ട് നമ്മൾ ഇതൊക്കെയായിരുന്നു പരിപാടി. അപ്പം അമ്മയ്ക്കിന്ന് പഞ്ചായത്തിൽ പോകേണ്ടതായത് കൊണ്ട് അമ്മയില്ലായിരുന്നു. പിന്നെ ബാക്കി നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. നേരായിട്ട് 1 വർഷം ചോട്ടും ഞാനും ഒരുമിച്ച് ഈ ഒരു ന്യൂ ഇയർ ആഘോഷിക്കാൻ പറ്റി. കഴിഞ്ഞ വട്ടം ഞങ്ങൾ ഒരുമിച്ചില്ലായിരുന്നു. ഈ വട്ടം ഞങ്ങൾ ആദ്യമായിട്ട് വന്നിട്ട് ഉള്ള ആദ്യത്തെ ന്യൂ ഇയർ, പുതിയ വർഷം തുടങ്ങാൻ പോവാണ്. സോ ഹാപ്പി. എന്താ പറയാ, ഇനി എല്ലാവർക്കും ഒന്നുകൂടെ ഹാപ്പി ന്യൂ ഇയർ. നന്നായിട്ട് സെറ്റായിട്ട് പോവാം. ആദ്യത്തിനും പറയുന്ന ഹാപ്പി ന്യൂ ഇയർ. ഗൈസ്, അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഒരു ദിവസം ഇവിടെ കൊണ്ട് കഴിയുകയാണ്. ഇനി അടുത്ത വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരും. അപ്പം ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. ജനുവരി 1 സൂപ്പർ ആയിട്ട് നന്നായിട്ട് നമ്മൾ പോയി. അതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ ഉണ്ടാവണം ഗൈസ്. ലവ് യു ഓൾ. ബൈ ബൈ ടാറ്റാ.